കൊല്ലത്ത് ഗണേഷ് കുമാറിനെ ഉദ്ഘാടകനാക്കിയ കരയോഗ ഭരണസമിതി പിരിച്ചുവിട്ടു. NSS രജിസ്ട്രാറാണ് ഉത്തരവിറക്കിയത്. താൽക്കാലിക ഭരണസമിതിയെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ഷമീർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷമീർ, KB ഗണേഷ് കുമാറും അതുപോലെ തന്നെ കരയോഗ നേതൃത്വം, NSS നേതൃത്വം, അതായത് സുകുമാരൻ നായരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്താണ് നീക്കം? അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കരയോഗത്തിൻ്റെ NSS കുന്നിക്കോട് ശ്രീ മഹാദേവ കരയോഗത്തിൻ്റെ ആധ്യാത്മിക പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ ഗണേഷ് കുമാർ അവിടെ എത്തുന്നത്, ആ കരയോഗത്തിൽ എത്തുന്നത്. തുടർന്ന് NSSന്റെ നേതൃത്വത്തിനെതിരെ, ആ പ്രസംഗത്തിലുടനീളം NSS നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. ഇതിനുശേഷം പുറത്തിറങ്ങിയ ശേഷവും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലും ഗണേഷ് കുമാർ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. ഇതിൽ ചില സമുദായങ്ങൾ NSS നേതൃത്വത്തിന് പരാതി നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരയോഗം പിരിച്ചുവിടാൻ രജിസ്ട്രാർ തീരുമാനിക്കുന്നത്. അതായത് കരയോഗം പിരിച്ചുവിടാൻ പ്രധാനമായും രജിസ്ട്രാർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ 6 വർഷമായി കരയോഗത്തിന് പ്രവർത്തനരഹിതമാണ്, ഒപ്പം തന്നെ കണക്കുകൾ ബോധിപ്പിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുന്നിക്കോടുള്ള ഈ കരയോഗം പിരിച്ചുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പുതിയ ഭരണസമിതിയെയും രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഗണേഷ് കുമാറിനെ ഉൾപ്പെടുത്തിയുള്ള നീരസം നേതൃത്വത്തിനുണ്ട്. നേതൃത്വം അന്ന് ഗണേഷ് കുമാർ ഉയർത്തിയ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇതുവരെയും മറുപടി നൽകാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. സ്വാതി.